ഹലോ മക്കളെ, മൂവിംഗ് ചാർജ് ആൻഡ് മാഗ്നറ്റിസത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കോൺസെപ്റ്റ് ആണ്. അതാണ് ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ. ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ നമ്മൾ മുന്നേ ഉള്ള ക്ലാസ്സിൽ ബയോട്ട് സവാർട്ട് ലോ കേട്ടായിരുന്നു അല്ലേ? ബയോട്ട് സവാർട്ട് ലോ എന്താണ്? നമുക്കൊന്ന് ഓടിച്ചു കേൾക്കാം. എന്താണ് ബയോട്ട് സവാർട്ട് ലോ എന്ന് പറയുന്നത്? നിങ്ങൾ പറയും സാറിന് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒരു കണ്ടക്ടർ എടുക്ക്. ഞാൻ കണ്ടക്ടർ എടുത്തു, ഇങ്ങനെയുള്ള ഒരു കണ്ടക്ടർ എടുത്തു. അതിലൂടെ ഐ എന്നൊരു കറണ്ട് ഇങ്ങനെ കടന്നു പോകുന്ന കരുതിക്കോ. ഞാൻ കരുതി ഐ എന്ന കറണ്ട് ഇങ്ങനെ കടന്നു പോവുകയാണ്. സോ ഒരു കണ്ടക്ടറിലൂടെ ഐ എന്ന കറണ്ട് കടന്നു പോയി കഴിഞ്ഞാൽ ഞാൻ പറയും ഈ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ധാരാളം കറണ്ട് എലമെന്റ് കൂട്ടമാണ്. സോ ഞാൻ ഈ കണ്ടക്ടറിനെ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്? സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. ധാരാളം കറണ്ട് എലമെന്റുകളുടെ ഒരു കൂട്ടമാണ് ആരെന്ന് പറയുന്നത്? ഈ കണ്ടക്ടർ എന്ന് പറയുന്നത്. സോ അങ്ങനെയെങ്കിൽ ഞാൻ ഒരു പർട്ടിക്കുലർ കറണ്ട് എലമെന്റ് എടുക്കാൻ പോവുകയാണ്. സോ ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുക്കുന്നു. ഈ പോയിന്റ് എടുത്ത് പോയിന്റ് പി. എനിക്ക് ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. സോ ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? നിങ്ങൾ പറയും സാർ ഓരോ കറണ്ട് എലമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയെങ്കിൽ ഞാൻ ഒരു കറണ്ട് എലമെന്റ് എടുക്കാൻ പോവുകയാണ്. ഞാൻ എടുത്ത കറണ്ട് എലമെന്റ് ആണ് IDL. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്നും ഉള്ള അകലമാണ് ഈ അകലമാണ് R എന്ന് പറയുന്നത്. സോ R എന്ന് പറയുന്നത് ഈ അകലമാണ്. അങ്ങനെയെങ്കിൽ കറണ്ട് എലമെന്റും പൊസിഷൻ വെക്ടറും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണ് എങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ഈ കറണ്ട് എലമെന്റ് ഇവിടെ ഉണ്ടാക്കുന്ന ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ആണ് DB, which is equal to നിങ്ങൾക്കറിയാം μ0/4π IDL sin θ divided by R². ഇനിയാണെങ്കിൽ എൻറ്റയർ കറണ്ട് എലമെന്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. നമ്മളാണെങ്കിൽ സർക്കുലർ ലൂപ്പിലാണെങ്കിൽ അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് ആക്സിൽ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്തിയായിരുന്നു. സോ ബയോട്ട് സവാർട്ടിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു ഇത്. അവിടെയും നമ്മൾ ഒരു കുഞ്ഞ് കറണ്ട് എലമെന്റ് എടുത്തു. ആ കറണ്ട് എലമെന്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ DB വരച്ചു. ഇനിയാണെങ്കിൽ ആ DBയുടെ രണ്ട് കമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു. ആ ഒരു കമ്പൗണ്ട് ആണെങ്കിൽ ക്യാൻസൽ ആയി പോകുമായിരുന്നു. സോ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന കമ്പൗണ്ടുമായിട്ട് ഈ കമ്പൗണ്ട് ക്യാൻസൽ ആയി പോകും. സോ നമുക്ക് കിട്ടും DB sin φ എന്ന് കിട്ടുമായിരുന്നു. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആകെ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുമായിരുന്നു. സോ എല്ലാം നമ്മൾ പഠിച്ചതാണ്. പക്ഷെ ബയോട്ട് സവാർട്ട് ലോയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താൻ കഴിയത്തുള്ളൂ. സോ ഒരു ലെങ്തി പ്രോസസ്സാണ്. ബയോട്ട് സവാർട്ട് ലോ പറയുന്നത് ഒരു ലെങ്തി പ്രോസസ്സാണ്. സോ ആംപിയർ സർക്യൂട്ട് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബയോട്ട് സവാർട്ട് ലോയുടെ ഒരു സിംപ്ലിഫൈഡ് ഫോം ആണ്. അതായത് നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്നാണെങ്കിൽ വളരെ എളുപ്പത്തിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താൻ കഴിയും. സോ ആംപിയർ സർക്യൂട്ട് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സിംപ്ലിഫൈഡ് ഫോം ഓഫ് ബയോട്ട് സവാർട്ട് ലോ. ബയോട്ട് സവാർട്ട് ലോയുടെ ഒരു സിംപ്ലിഫൈഡ് ഫോം ആണ്. ബയോട്ട് സവാർട്ട് പ്രശ്നം എന്തായിരുന്നു? നമ്മളാണെങ്കിൽ DB ആയിരുന്നു കിട്ടുന്നത്. ഒരു കുഞ്ഞ് കറണ്ട് എലമെന്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ ആർക്ക് പറഞ്ഞു തരാൻ കഴിയുള്ളൂ? നമുക്ക് ബയോട്ട് സവാർട്ട് ലോയ്ക്ക് പറഞ്ഞു തരാൻ കഴിയുള്ളൂ. ഇനി ആകെ മാഗ്നറ്റിക് ഫീൽഡ് വേണമെങ്കിൽ, കണ്ടക്ടർ ഒട്ടാകെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് വേണമെങ്കിൽ ഉറപ്പായി നമുക്ക് ഇന്റഗ്രേഷനിലൂടെ സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഇതൊരു ലെങ്തി പ്രോസസ്സാണ്. ഈ പ്രോസസ്സിനെ സിംപ്ലിഫൈ ചെയ്യുകയാണ് ആംപിയർ സർക്യൂട്ട് ലോ. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ആംപിയർ സർക്യൂട്ട് ലോ സിംപ്ലിഫൈ ചെയ്യുന്നതെന്ന്. ഇവിടെയാണെങ്കിൽ ഞാനൊരു കണ്ടക്ടർ എടുക്കാൻ പോവാണ്. ഒരു കണ്ടക്ടർ എടുക്കാൻ പോവാണ്. സോ ഞാനൊരു കണ്ടക്ടർ എടുത്തു. ഇതൊരു കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിലൂടെ കറണ്ടിനെ ഒഴുക്കി വിടാൻ പോവുകയാണ്. ഞാൻ ഒഴുക്കിവിട്ട കറണ്ടാണ് I എന്നൊരു കറണ്ടിനെ ഈ കണ്ടക്ടറിലൂടെ ഒഴുക്കി വിട്ടു. ഉറപ്പായിട്ടും ഈ കണ്ടക്ടർ എന്ത് ചെയ്യും? ചുറ്റുപാടും മാഗ്നറ്റിക് ഫീൽഡിനെ ക്രിയേറ്റ് ചെയ്യും. സോ കണ്ടക്ടറിന് ചുറ്റുപാടും എന്തുണ്ടാവും മക്കളെ? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഞാൻ പറയുകയാണ് ഒരു പോയിന്റ് എടുക്കാൻ പോവുകയാണ്. ഈ പോയിന്റ് P എന്ന പോയിന്റ്, ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് വാല്യൂ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ആംപിയർ സർക്യൂട്ട് ലോ പറയുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആയിക്കോട്ടെ, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്തണമെങ്കിൽ നമുക്ക് ബയോട്ട് സവാർട്ട് ലോയ്ക്ക് പകരം ആരെ ഉപയോഗിക്കാം? സിംപ്ലിഫൈഡ് ഫോം ഓഫ് ബയോട്ട് സവാർട്ട് ലോ ആയ ആംപിയർ സർക്യൂട്ട് ലോയെ ഉപയോഗിക്കാം. സോ എങ്ങനെ ഉപയോഗിക്കാം? നിങ്ങൾക്ക് ഏത് പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണോ കണ്ടുപിടിക്കേണ്ടത്? ഞാൻ പറഞ്ഞു ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് നീ കണ്ടുപിടിക്കേണ്ടത്. സോ ഏത് പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണോ കണ്ടുപിടിക്കേണ്ടത്, ആ പോയിന്റ് ഉൾപ്പെടുത്തി ഒരു ഇമാജിനറി ഒരു ലൂപ്പിനെ കൺസിഡർ ചെയ്യണം. സോ ഞാൻ ഇമാജിനറി ആയിട്ട് ഒരു ലൂപ്പിനെ കൺസിഡർ ചെയ്യുകയാണ്. പ്രത്യേകതയുണ്ട്, ആ ലൂപ്പിന് പ്രത്യേകതയുണ്ട്. ഈ ലൂപ്പ് ഒറിജിനൽ ആണോ? അല്ലല്ല, ഇത് ഇമാജിനറി ആണ്. ഇങ്ങനെ ലൂപ്പ് ഇല്ല. സോ ഇങ്ങനെ ലൂപ്പിനെ കൺസിഡർ ചെയ്യണം.
സോ ഏത് പോയിന്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആണോ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റ് ഉൾപ്പെടുത്തി വേണം ലൂപ്പിനെ കൺസിഡർ ചെയ്യാൻ. അതായത് ആ പോയിന്റും ആരുടെ ഭാഗമായിരിക്കണം? ലൂപ്പിന്റെ ഭാഗമായിരിക്കണം. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഇനി ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ആരാണ്? ഒരു കറണ്ട് ആണ്. ആ കറണ്ട് ലൂപ്പിന്റെ അകത്തൂടെ, ലൂപ്പിന്റെ ഉള്ളിലൂടെ, കണ്ടോ ഇത് ലൂപ്പ് ആണെങ്കിൽ ആ ലൂപ്പിന്റെ ഉള്ളിലൂടെ ആര് കടന്നു പോയിരിക്കണം? ഈ കറണ്ട് കടന്നു പോയിരിക്കണം. സോ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഒന്ന്, നമ്മളുടെ ഏത് പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണോ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റ് നമ്മുടെ ലൂപ്പിന്റെ ഒരു ഭാഗമായിരിക്കണം. രണ്ട്, ഈ ലൂപ്പിലെ മാഗ്നറ്റിക് ഫീൽഡ് കാരണമായ കറണ്ട് ലൂപ്പിന്റെ ഉള്ളിലൂടെ കടന്നു പോവുകയും വേണം. സോ ഞാനാണെങ്കിൽ ഒരു ഇമാജിനറി ലൂപ്പ് കൺസിഡർ ചെയ്തു. മക്കളെ, ഈ ഇമാജിനറി ലൂപ്പിനെ വിളിക്കുന്ന പേരാണ് ആംപീരിയൻ ലൂപ്പ്. സോ എന്താണ് ആംപീരിയൻ ലൂപ്പ്? സോ ആംപീരിയൻ ലൂപ്പ് ഈസ് എ ഇമാജിനറി ലൂപ്പ്. ഈ ലൂപ്പിന് പ്രത്യേകതയുണ്ട്. രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം ഈ ലൂപ്പ്. ഏതൊക്കെയാണ്? ഒന്ന്, നിങ്ങൾക്ക് ഏത് പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണോ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റ് ഈ ലൂപ്പിന്റെ ഭാഗമായിരിക്കണം. ഈ ലൂപ്പിലൂടെ കടന്നു പോകുന്ന ഈ ലൂപ്പിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ആരാണോ കൊണ്ടുവരുന്നത്, ആരാ കൊണ്ടുവരുന്നത്? ഈ കറണ്ട് ആണ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആ കറണ്ട് ലൂപ്പിന്റെ ഉള്ളിലൂടെ കടന്നു പോവുകയും വേണം. അങ്ങനെയുള്ള ലൂപ്പിനെ ഞാൻ കൺസിഡർ ചെയ്തു. ആ ലൂപ്പിനെ വിളിക്കുന്ന പേരാണ് ആംപീരിയൻ ലൂപ്പ്. അങ്ങനെയെങ്കിൽ ആംപീരിയൻ ലൂപ്പിന്റെ, ശ്രദ്ധിക്കണം, ആംപീരിയൻ ലൂപ്പിന്റെ ആണെങ്കിൽ ഒരു കുഞ്ഞ് സെക്ഷൻ ആണ് ഡി എൽ. ഒരു കുഞ്ഞു സെക്ഷൻ എത്രയാണ്? ഡി എൽ ആണ് ആംപീരിയൻ ലൂപ്പിന്റെ ഒരു കുഞ്ഞു സെക്ഷൻ. സോ നമ്മൾ പലപ്പോഴും നമുക്ക് ബയോട്ട് സവാർഡിലാണെങ്കിൽ കണ്ടക്ടറിന്റെ കുഞ്ഞു സെക്ഷൻ ആയിരുന്നു ഡി എൽ. പക്ഷെ ബയോട്ട് സവാർഡ് ആംപിയർ സർക്യൂട്ടിലേക്ക് വരുമ്പോൾ ഇത് കണ്ടക്ടറിന്റെ അല്ല, ഈ ഇമാജിനറി ലൂപ്പിന്റെ ചെറിയ സെക്ഷൻ ആണ് ഡി എൽ. വ്യത്യാസമുണ്ടോ? ഉണ്ട്. ഇവിടെയാണെങ്കിൽ റിയൽ കണ്ടക്ടറിന്റെ ലെങ്തിന്റെ കുറച്ച് സെക്ഷൻ ആയിരുന്നു ഡി എൽ. പക്ഷേ ഇവിടെയാണെങ്കിൽ ആംപിയർ സർക്യൂട്ട് ലോ പറയുമ്പോൾ അവിടെ ഇമാജിനറി ലൂപ്പിന്റെ കുറച്ച് ഭാഗമാണ് ഡി എൽ. അങ്ങനെയെങ്കിൽ എക്സ്പെരിമെന്റ് വഴി ബയോട്ട് സവാർട്ട് എക്സ്പെരിമെന്റ് വഴിയാണെങ്കിൽ ഒരു കാര്യം കണ്ടെത്തി. എക്സ്പെരിമെന്റ് വഴിയാണെങ്കിൽ ആംപിയർ ഒരു കാര്യം കണ്ടെത്തി. എന്താണ്? ഈ ലൂപ്പാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഇക്വേഷനെ അംഗീകരിക്കും. ഇക്വേഷൻ ആണ് ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ, ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ വിച്ച് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ഓഫ് ഐ എൻക്ലോസ്ഡ്. ഈ ഇക്വേഷൻ ആര് സാറ്റിസ്ഫൈ ചെയ്യും? ഈ ലൂപ്പ് സാറ്റിസ്ഫൈ ചെയ്യും. ഇത് എങ്ങനെ കണ്ടുപിടിച്ചാണ്? ഇത് എക്സ്പെരിമെന്റ് വഴി കണ്ടുപിടിച്ചാണ്. എക്സ്പെരിമെന്റ് വഴിയാണെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലായി എന്ത്? നമ്മളുടെ ഈ ആംപീരിയൻ ലൂപ്പ് ഈ പറഞ്ഞ ഇക്വേഷനെ അനുസരിക്കും. ഇതെന്ത് ഇക്വേഷൻ ആണ്? അതെല്ലാം പറഞ്ഞു തരാം. സോ ഈ ഇക്വേഷനെ ആര് അംഗീകരിക്കും? ഈ ലൂപ്പ് അംഗീകരിക്കും. ഈ ഓരോ ഭാഗങ്ങളും നമുക്ക് നോക്കാം. ഈ ഇക്വേഷനിലെ ഓരോ ഭാഗങ്ങളും നോക്കാം. ഇതെന്താണ് പറയുന്നത്? ക്ലോസ്ഡ് ഇന്റഗ്രൽ. എന്താ മക്കളെ ഇത്? ക്ലോസ്ഡ് ഇന്റഗ്രൽ. സോ ക്ലോസ്ഡ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എവിടെ തുടങ്ങുന്നു അവിടെ അവസാനിക്കണം. സോ ഈ ഇക്വേഷൻ എവിടെ അപ്ലൈ ചെയ്യുന്നേ? നമ്മൾ ലൂപ്പിലാണ്, ഈ ആംപീരിയൻ ലൂപ്പിലാണ് ഇക്വേഷനെ അപ്ലൈ ചെയ്യുന്നത്. സോ ഇവിടെ ഈ ലൂപ്പിന് പ്രത്യേകതയുണ്ട്. ലൂപ്പിന് പ്രത്യേകത എന്താണ്? ഈ ലൂപ്പിന് പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ ലൂപ്പിന് പ്രത്യേകത എന്താണ്? ഇത് ക്ലോസ്ഡ് ആണ്. എവിടെ തുടങ്ങുന്നു അവിടെ അവസാനിക്കും. അതായത് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇന്റഗ്രേഷനിലാണെങ്കിൽ ഒരു അപ്പർ ലിമിറ്റ് ഉണ്ട്, അതുപോലെ ലോവർ ലിമിറ്റ് ഉണ്ട്. സോ ഈ കേസിലാണെങ്കിൽ ഈ പോയിന്റ് എക്സ് ആണ് എടുക്കുന്നതെങ്കിൽ എക്സിൽ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കണം? എക്സിൽ തന്നെ അവസാനിക്കണം. സോ എക്സിൽ നിന്ന് തുടങ്ങി എക്സിൽ തന്നെ അവസാനിക്കണം. അപ്പൊ ഇന്റഗ്രേഷന് കൺഫ്യൂഷൻ ആവും. ഇതിൽ ഏതാ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് എന്ന് കൺഫ്യൂഷൻ ആവും. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എടുത്ത ഒരു മാത്തമാറ്റിക്കൽ ഒരു ലാംഗ്വേജ് ആണ് എന്തെന്ന് പറയുന്നത്? ക്ലോസ്ഡ് ഇന്റഗ്രൽ എന്ന് പറയുന്നത്. ക്ലോസ്ഡ് ഇന്റഗ്രലിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ തുടങ്ങുന്നോ അവിടെ അവസാനിക്കണം. സോ നമ്മൾ ഈ ഇക്വേഷൻ എവിടെ അപ്ലൈ ചെയ്യുന്നേ? നമ്മൾ ആംപീരിയൻ ലൂപ്പിലാണ് ഇക്വേഷനെ അപ്ലൈ ചെയ്യുന്നത്. സോ ആംപീരിയൻ ലൂപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ക്ലോസ്ഡ് ഇന്റഗ്രൽ. അതിന്റെ അർത്ഥം മനസ്സിലായോ? എവിടെ തുടങ്ങുന്നോ അവിടെ അവസാനിക്കണം. ഇതെന്താണ്? ആ ലൂപ്പിന്റെ പോയിന്റുകളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. ലൂപ്പിന്റെ ഒരു പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയാണ്? ബി ആണ്. എന്താണ് ഡി എൽ എന്ന് പറയുന്നത്? ഡി എൽ എന്ന് പറയുന്നത് ലൂപ്പിന്റെ, ആംപീരിയൻ ലൂപ്പിന്റെ ഒരു ചെറിയ സെക്ഷൻ ആണ്. ആരെന്ന് പറയുന്നത്? ഡി എൽ എന്ന് പറയുന്നത്. which is equal to μ0, അത് പെർമിയബിലിറ്റി ആണ്. I എൻക്ലോസ്ഡ് ആംപീരിയൻ ലൂപ്പിന്റെ ഉള്ളിലൂടെ
എത്ര കറണ്ട് കടന്നു പോയി? ഇത് I1 കടന്നു പോയെങ്കിൽ നമ്മൾ പറയും ഇവിടെ I1 എന്ന് പറയും. I1ഉം I2 ആണ് കടന്നു പോയെങ്കിൽ നമ്മൾ പറയും I1 പ്ലസ് I2 എന്ന് പറയും. മനസ്സിലായോ? ആംപിയർ ലൂപ്പിന്റെ അകത്തൂടെ എത്ര കറണ്ട് ആണ് കടന്നു പോയത്? ആകെ കറണ്ട്. ഇതെന്താണ്? ആകെ കറണ്ട്. ഇവിടെ I1ഉം I2ഉം കടന്നു പോകണമെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരും? നിങ്ങൾ പറയും സാർ I1ഉം I2ഉം കടന്നു പോകണമെങ്കിൽ ഇക്വേഷൻ B ഡോട്ട് DL നമ്മൾ അതുപോലെ എഴുതും, വിച്ച് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ഓഫ് I എൻക്ലോസിനകത്ത് I1 പ്ലസ് I2 എന്ന് എഴുതും. ഇനി I3 ആണെങ്കിൽ തിരിച്ചാണ് ഇറങ്ങി പോകുന്നതെങ്കിലോ അവിടെ നമ്മൾ പറയും മൈനസ് I3 എന്ന് പറയും. മനസ്സിലായോ? സോ I3 ഇങ്ങനെ ഇറങ്ങിപ്പോണെങ്കിൽ പറയും മൈനസ് I3 എന്ന് പറയും. അതായത് ഒരു ലൂപ്പിന്റെ അകത്തൂടെ ആകെ എത്ര കറണ്ട് ആണ് കടന്നു പോയത്, ഇതിനെ വിളിക്കുന്ന പേരാണ് I എൻക്ലോസ്ഡ്. ഓക്കെ ആണോ? സോ ഇവിടെ ആണെങ്കിൽ നമ്മൾ പറയണം ഒരു കറണ്ട് കടന്നു പോയി, രണ്ട് കറണ്ട് കടന്നു പോയി, അങ്ങനെ n കറണ്ട് കടന്നു പോകണമെങ്കിൽ നമ്മൾ എന്ത് പറയും? Ni എന്ന് പറയും. മനസ്സിലായോ? ഒരു കറണ്ട് കടന്നു പോയി. നോക്ക്, ഞാൻ പറയുകയാണ് ഇവിടെ ധാരാളം കറണ്ട് കടന്നു പോകാൻ പോവുകയാണ്. കണ്ടോ? അനേകായിരം കറണ്ട് കടന്നു പോകാൻ പോവുകയാണ്. n കറണ്ട് കടന്നു പോകാൻ പോവുകയാണ്. അപ്പൊ എങ്ങനെ നമ്മൾ വരയ്ക്കും? സോ ഇതൊരു ലൂപ്പാണ്. ആ ലൂപ്പിലൂടെ ഒരു കറണ്ട് I, വീണ്ടും അടുത്ത കറണ്ട് I, അങ്ങനെ എത്ര I ഉണ്ട്? Ni ഉണ്ട്. n തവണ I കടന്നു പോകുന്നുണ്ട്. 1 2 3 4 അങ്ങനെ n തവണ I കടന്നു പോകണമെങ്കിൽ നിങ്ങൾ പറയും ആ I എൻക്ലോസ് എത്രയാണ്? n ഇൻറ്റു I എന്ന് പറയും. ഓക്കെ ആണോ? സോ ആംപിയർ ലൂപ്പിന്റെ അകത്തുകൂടെ കടന്നുപോയ കറണ്ട് എത്രയാണ്? അതാണ് I എൻക്ലോസ് എന്ന് പറയുന്നത്. സോ എനിക്ക് മനസ്സിലായി. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഓരോ ടേമും എന്താണെന്ന് മനസ്സിലായി. അപ്പോ ആംപിയർ സർക്യൂട്ടിലൂടെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ആംപിയർ സർക്യൂട്ടിലൂടെ സ്റ്റേറ്റ്മെന്റ് നോക്ക്. ഇത് ലൈൻ ഇന്റഗ്രൽ, ഇത് ക്ലോസ്ഡ് ഇന്റഗ്രൽ ആണ്, അതാണ് ലൈൻ ഇന്റഗ്രൽ. സോ ദ ലൈൻ ഇന്റഗ്രൽ ഇതെന്താണ്? ദ ലൈൻ ഇന്റഗ്രൽ. ലൈൻ ഇന്റഗ്രൽ ഇതെന്താണ്? ലൈൻ ഇന്റഗ്രൽ. അല്ലെങ്കിൽ വേറെ പേരുണ്ട് ക്ലോസ്ഡ് ഇന്റഗ്രൽ. ക്ലോസ്ഡ് ഇന്റഗ്രൽ. ഓക്കെ. ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. സോ ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ? മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ഇതെന്താണ്? ഇത് നമ്മുടെ പാത്താണ്. ശരിയാണോ? ക്ലോസ്ഡ് പാത്താണ്. അറൗണ്ട് എനി ക്ലോസ്ഡ് പാത്ത്, അറൗണ്ട് എനി ക്ലോസ്ഡ് പാത്ത്, around any closed path is equal to mu0 times of the total current enclosed by the path. The total current enclosed by the path. So ഈ ഇക്വേഷനെ ആണെങ്കിൽ അക്ഷരങ്ങളിൽ വേർഡിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഇവിടെ. ശരിയാണോ? എന്താ പറഞ്ഞേ? The line integral of magnetic field over any closed surface is equal to mu0 times of I enclosed. മനസ്സിലായോ? നെറ്റ് കറണ്ട്, ടോട്ടൽ കറണ്ട് എൻക്ലോസ്ഡ്. സോ ഇത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് മനസ്സിലായി, നമുക്ക് ഇക്വേഷൻ മനസ്സിലായി, നമുക്ക് സ്റ്റേറ്റ്മെന്റ് മനസ്സിലായി. ഈ ഇക്വേഷൻ ആരാണ് അംഗീകരിക്കുന്നത്? ആംപിയറിൻ ലൂപ്പാണ് ഈ ഇക്വേഷനെ അംഗീകരിക്കുന്നത്. ഓക്കെ ആണോ? സോ ഇത് ആരുടെ സിംപ്ലിഫൈഡ് ഫോം ആണ്? ആരുടെ സിംപ്ലിഫൈഡ് ഫോം ആണ്? ബയോട്ട് സവാർട്ട് ലോയുടെ സിംപ്ലിഫൈഡ് ഫോം ആണ്. ഇതുപോലെ നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക്സിലാണെങ്കിൽ കൂളോംസ് ലോയുടെ സിംപ്ലിഫൈഡ് ഫോം ഉണ്ടായിരുന്നു. ശരിയാണോ? നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് കൂളോംസ് ലോയുടെ സിംപ്ലിഫൈഡ് ഫോം ഏതാണ്? കൂളോംസ് ലോ. കൂളോംസ് ലോ. അതിന്റെ സിംപ്ലിഫൈഡ് ഫോം എന്തായിരുന്നു? ഗോസസ് ലോ. ഇതുപോലെ ബയോട്ട് സവാർട്ട് ലോയുടെ മാറ്റി എഴുതാം. ബയോട്ട് സവാർട്ട് ലോയുടെ സിംപ്ലിഫൈഡ് ഫോം ആണ് ആംപിയർ സർക്യൂട്ടൽ ലോ. സോ കൂളോംസ് ലോയിൽ എങ്ങനെയാണോ ഗോസസ് ലോ പറയുന്നത്, എന്താണ്? സിംപ്ലിഫൈഡ് ഫോം ആണ്. കൂളോംസ് ലോയുടെ സിംപ്ലിഫൈഡ് ഫോം ആണ്. കാര്യം എന്താണ്? കൂളോംസ് ലോ വെച്ചിട്ടാണ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? E which is equal to 1/4 pi epsilon 0 into Q divided by R square. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. ഒരു പോയിന്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്. പക്ഷെ അനേകായിരം പോയിന്റ് ചാർജുകൾ ഉണ്ടെങ്കിൽ, ഒരു സർഫസിലാണെങ്കിൽ അനേകായിരം പോയിന്റ് ചാർജുകൾ ഉണ്ട്.
ഫോർ എക്സാമ്പിൾ ഒരു ലൈനിലാണെങ്കിൽ അനേകായിരം പോയിന്റ് ചാർജുകളുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. അതിന് ബുദ്ധിമുട്ടുന്നതിന് പകരമാണെങ്കിൽ ഗോസസിലോ വന്നു, ഗോസസിലോ പറഞ്ഞു സിമ്പിൾ ആയിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഈ വലിയ ചാർജുകളുടെ ഫോർ എക്സാമ്പിൾ ലൈനിൽ ഒരു ചാർജ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഷെല്ലിൽ ഒരു ചാർജ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ ഒരു ചാർജ് ഉണ്ട്. ശരിയാണോ? പ്ലേറ്റിൽ ചാർജ് ഉണ്ട്. ഇതിന്റെയൊക്കെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് ഇന്റഗ്രേഷൻ ഒന്നും കൂടാതെ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് ആര് വന്നു? ഗോസസ് ലോ വന്നു. മനസ്സിലായോ? സോ ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, കൂളോംസ് ലോ പറഞ്ഞു തരും. അതുപോലെ ഒരു സോഴ്സ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് ബയോട്സ് ലോ ഓക്കെയാണ്. സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അത് കറണ്ട് എലമെന്റ് ആണ്. കറണ്ട് എലമെന്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആര് പറഞ്ഞു തരും? ബയോട്ട് സവാർട്ട് ലോ പറഞ്ഞു തരും. പക്ഷെ അനേകായിരം കറണ്ട് എലമെന്റ് ചേരുമ്പോൾ ആര് കിട്ടും? നമുക്ക് ഒരു കണ്ടക്ടർ കിട്ടും. എനി ഷേപ്പ് ഓഫ് കണ്ടക്ടർ കിട്ടും. അതിനെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ശരിയല്ലേ? അപ്പൊ അത്ര ഇന്റഗ്രേഷനെയൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മളെ ആര് സഹായിച്ചു? ആംപിയർ സർക്യൂട്ട് ലോ സഹായിക്കും. എങ്ങനെ സഹായിക്കുമ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ, അതിന്റെ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പം കൂളോംസ് ലോയിൽ എങ്ങനെയാണോ ഗോസസ് ലോ, അതുപോലെയാണ് ബയോട്ട് സവാർട്ട് ലോയിൽ ആര്? ആംപിയർ സർക്യൂട്ടൽ ലോ. സോ നമുക്ക് ഇങ്ങനെയും പറയാം. എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ദ അപ്പൊ അതിന്റെ മുകളിൽ ഉള്ളത് മായ്ച്ചു കളയാം. ഇറ്റ് ഈസ് ദ മാഗ്നറ്റിക് അനലോഗ് ഓഫ് ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്. ഇലക്ട്രോസ്റ്റാറ്റിക്കിൽ ഗോസസ് ലോ എങ്ങനെയാണോ അതുപോലെയാണ് മാഗ്നറ്റിസത്തിൽ ആരെന്ന് പറയുന്നത്? ആ ആംപിയർ സർക്യൂട്ടൽ ലോ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ എങ്ങനെയാണോ ഗോസസ് ലോ അതുപോലെയാണ് മാഗ്നറ്റിസത്തിൽ ആര്? ആംപിയർ സർക്യൂട്ടൽ ലോ. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആംപിയർ സർക്യൂട്ട് ലോ എന്ന് മനസ്സിലായി, അതിന്റെ ഇക്വേഷൻ മനസ്സിലായി, അതിന്റെ സ്റ്റേറ്റ്മെന്റ് മനസ്സിലായി. ഇതിനി എങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് അറിയണം ഇല്ലേ? ക്വസ്റ്റ്യൻസിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇത് മനസ്സിലാവണമെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻ കേൾക്കണം. സോ നമ്മൾ അടുത്ത വീഡിയോയിൽ അതിന്റെ ആപ്ലിക്കേഷൻ ആണ് ചർച്ച ചെയ്യാൻ പോണത്. സോ ഈ വീഡിയോയിൽ പറഞ്ഞ കംപ്ലീറ്റ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.